പട്ടയ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇടക്കാല ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു എന്നാണ് കോടതിയുടെ ചോദ്യം. ഇക്കാര്യം ചീഫ് സെക്രട്ടറി ബോധ്യപ്പെടുത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ശ്യാം, പട്ടയ വിതരണത്തിൽ ഇപ്പോൾ ഹൈക്കോടതി കടുത്ത നിലപാട് തന്നെയാണ് എടുക്കുന്നത്. പട്ടയ നടപടികൾ തന്നെ കോടതി സ്റ്റേ ചെയ്യുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? ഇടുക്കിയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ 2024 ഹൈക്കോടതി ഇതിന്റെ നടപടികളെല്ലാം സ്റ്റേ ചെയ്തത്. അന്ന് ചില മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ ഈ സ്റ്റേ മാറ്റണം, ഒഴിവാക്കണം, പട്ടയ വിതരണത്തിന് അനുമതി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ആവശ്യപ്പെടുകയും കഴിഞ്ഞ ആഴ്ച അത്തരമൊരു അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ ഈ രീതിയിൽ പട്ടയ വിതരണം നടത്തിയത്, ഈ ഹൈക്കോടതി ആദ്യ തവണ അനുമതി നൽകിയതിനു ശേഷമുള്ള പട്ടയ വിതരണം നടത്തിയത് നിയമാനുസൃതമല്ല, ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതി അറിയിച്ചത്. തുടർന്നാണ് ഇതിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു കാര്യം, ഇടക്കാല ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് അറിയിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത്. ഇക്കാര്യം ചീഫ് സെക്രട്ടറി കോടതിയെ ബോധ്യപ്പെടുത്തണം എന്ന നിർദ്ദേശവും കൂടി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കാരണം ഇതിന്റെ പട്ടയം കഴിഞ്ഞ ആഴ്ചത്തെ ഈ പട്ടയത്തിനും വിതരണത്തിനും അനുമതി നൽകിയ ഇടക്കാല ഉത്തരവിന് ശേഷം അടിയന്തരമായി തന്നെ പട്ടയ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിരവധിയായ ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്തു എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ വിതരണം ചെയ്ത പട്ടയങ്ങളടക്കം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണോ എന്ന്. എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു സംശയം, മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നൊരു സംശയം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? നേരത്തെ തന്നെ ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നത്, ഈ 1.5 ഏക്കർ ഭൂമിക്കടക്കം പട്ടയം നൽകുന്ന നടപടികളിലേക്ക് നേരത്തെ സർക്കാർ കടന്നിരുന്നു. എന്തിനാണ് ഇത്രയും വലിയ ഭൂമിക്ക് പട്ടയം നൽകുന്നത്? ഇത് ഭൂപതിവ് ചട്ടങ്ങൾ പാലിച്ചാണോ, ഈ ഭൂപരിഷ്കരണ നിയമം അടക്കം പാലിച്ചാണോ ഇത്തരം നടപടികളിലേക്ക് കടന്നതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉന്നയിച്ചിരുന്നു. ആ സംശയമാണ് ഇന്ന് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉയർത്തിയത്. തുടർന്നാണ് ഈ പട്ടയ വിതരണത്തിനുള്ള അനുമതി സർക്കാർ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സർക്കാരിന് ഇതനുസരിച്ച് ഈ പട്ടയ വിതരണം തുടർന്ന് നടത്താനാവില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, റവന്യൂ വകുപ്പിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, അല്ലെങ്കിൽ പടിവാതിൽ എത്തി നിൽക്കെ ഈ പട്ടയ വിതരണ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും ഈ അനുമതി തേടിയതും. ആ അനുമതിയാണ് ഹൈക്കോടതി വീണ്ടും സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച തിരിച്ചടിയാണ്. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് എന്തായാലും വീണ്ടും സ്റ്റേ വന്നിരിക്കുന്നു. അതാണ് ചെറുതോണിയിൽ നടന്ന ചടങ്ങിൽ 2077 പട്ടയങ്ങളായിരുന്നു വിതരണം ചെയ്തത്. 1964 ചട്ടം അനുസരിച്ച് പട്ടയം നൽകുന്നതിലെ കോടതി വിലക്ക് അന്ന് നീങ്ങിയതോടെയായിരുന്നു പട്ടയ വിതരണം സർക്കാർ പുനരാരംഭിച്ചത്. 2016 മുതൽ 13 പട്ടയമേളകളിലൂടെ 43,613 പട്ടയങ്ങളാണ് വിതരണം ചെയ്തിരുന്നത്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കും മുൻപേ പരമാവധി പട്ടയങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു നീക്കം. പക്ഷേ ഇപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു തിരിച്ചടി വരികയാണ്. പട്ടയ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ ഇടക്കാല ഉത്തരവിൽ എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം.